പൈവളകിയിൽ പൂട്ടിയിട്ടിരുന്ന വീട് തുറന്ന് 14 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും കവർന്നതായി പരാതി. സംഭവത്തിൽ കേസെടുത്ത മഞ്ചേശ്വരം പോലീസ് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം അന്വേഷണം ആരംഭിച്ചു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. പൈവളികെ കുരുടപ്പദവിലെ സുബ്രായ സായയാണ് പരാതിക്കാരൻ. ഇദ്ദേഹവും ഭാര്യയും കർണാടകയിലെ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നാഗപൂജയ്ക്കായി പോയിരുന്നു. ഈ സമയത്ത് മക്കൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പിന്നീട് മൂത്ത മകൻ കോളേജിലേക്കും ഇളയ കുട്ടികൾ പൈവളികെ സ്കൂളിലേക്കും പോയി. ഈ സമയം വീടിന് പുറത്താണ് താക്കോൽ സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്നും ഈ താക്കോൽ കൈക്കലാക്കിയാണ് മോഷ്ടാവ് വീട് തുറന്നകത്ത് കടന്ന് ഡയമണ്ട് നെക്ലേസ്, വള, കമ്മൽ, മോതിരം, മാല തുടങ്ങിയ ആഭരണങ്ങളും 20,000 രൂപയും കവർന്നത്. ഓട്ടോ ഡ്രൈവറായ സുബ്രായ ചിട്ടിപിടിച്ചും മറ്റുമാണ് ഭാവിയിലേക്കുള്ള കരുതൽ ധനമെന്ന നിലയിൽ തന്നാൽ കഴിയാവുന്ന സ്വർണം വാങ്ങി കരുതി വെച്ചത്. വീടിനെക്കുറിച്ചും തങ്ങളുടെ നീക്കങ്ങളെക്കുറിച്ചും അടുത്തറിയാവുന്ന ഒരാളാണ് ഈ മോഷണത്തിന് പിന്നിലെന്നാണ് കരുതുന്നതെന്നും ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും പരാതിക്കാരൻ പറയുന്നു. ഞാൻ നോക്കുമ്പോൾ തന്നെ 8 ദിവസം കഴിഞ്ഞു. ഇത് എനിക്ക് ഡൗട്ടില്ല, അങ്ങനെ ഉണ്ടായി, എല്ലാ സാധനം എല്ലാം അങ്ങനെ ഉണ്ടായി. അപ്പോൾ 8 ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ ക്യാഷില്ല. ക്യാഷിന് നോക്കുമ്പോൾ പിന്നെ പൊന്നി നോക്കുമ്പോൾ പൊന്നില്ല. അങ്ങനെ 25th അതേ മാസം 25th ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാൻ സ്റ്റേഷനിൽ എത്തി. ആടെ തന്നെ CI പോലീസിനെ വിട്ട്, ആടുന്ന് വിട്ടില്ല, ഇവിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിന്ന പോലീസിനെ വിട്ട്. അയാൾ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ആക്കിയിട്ട് പോയിട്ടൊന്നും ഇതില്ല. പിന്നെ 30-ാം തീയതി, അതേ മാസം 30-ാം തീയതി ഞാൻ ഈ കൈ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് 30-ാം തീയതി കൊടുത്തിട്ട് നടപടിയൊന്നുമില്ല. അന്ന് പോലീസ് SI പോലീസെല്ലാം വന്നിട്ട് എല്ലാം നോക്കിയിട്ട് നമ്മളെല്ലാം തനിക്ക് ചെയ്തിട്ട് പോയി. ഡൗട്ടുള്ള ആളെ ഞാൻ അടുത്തേക്ക് പോയിട്ട് വൈഷ്ണവ് പോലീസിനോട് കൊടുത്തു. ഇങ്ങനത്തെ ആളെ മേലെ ഡൗട്ടുണ്ട് എനിക്ക്, അത് നോക്കാം, ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ ചെയ്യാമെന്ന്. ഇല്ല, ഫോനേ ഇല്ല. അങ്ങനെ ജൂൺ 13-ാം തീയതി വയ്യൊക്കെ പോയിട്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു. അതേസമയം തങ്ങളുടെ പ്രാഥമിക പരിശോധനകൾക്ക് പുറമെ വിരലടയാള വിദഗ്ധരെയും എത്തിച്ച് തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മഞ്ചേശ്വരം പോലീസ്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.